ഹൈദരാബാദിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഒസ്മാനിയ ബിസ്ക്കറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഒസ്മാനിയ ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഹൈദരാബാദിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഒസ്മാനിയ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒസ്മാനിയ കുക്കീസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഒരു ബോളിലേക്ക് എടുക്കണം. ഒരു അരിപ്പയിൽ നമ്മൾ തള്ളിയെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. 2.25 കപ്പ് മൈദ, ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർക്കണം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇതെല്ലാം കൂടെ നടഞ്ഞെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിന് പകരം അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിപ്പ കൂടെ തള്ളിയെടുത്താലും മതി. കസ്റ്റർഡ് പൗഡറിലൊക്കെ ചിലപ്പോൾ കട്ടകളുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അരിപ്പ വെച്ച് തള്ളിയെടുത്തത്. മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് വേണ്ടത് 250 ഗ്രാംസ് ബട്ടർ ചേർക്കാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ബട്ടറാണ് വേണ്ടത്, സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കാം, പാൽപ്പൊടി. 1/2 ടീസ്പൂൺ സോൾട്ട്. 90 ഗ്രാംസ് പൗഡേർഡ് ഷുഗറാണ്, അതോടെ ചേർക്കാം. ഇപ്പം കപ്പിൽ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കപ്പിൻ്റെ ഒരു മുക്കാൽ കുറച്ച് താഴെയായിട്ട് വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ക്രീം ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ വളരെ ലൈറ്റ് ആകുന്ന വരെ ബീറ്റ് ചെയ്യുക. ഈ സൈഡ്സ് എല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. കുറച്ചും കൂടെ ലൈറ്റർ ആവാനുണ്ട്. അതിൻ്റെ കളർ കണ്ട ബട്ടറിൻ്റെ കളറും ഒക്കെ മാറി ഒരു വൈറ്റ് കളറായി. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ് ഈ കുക്കീസിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇടഞ്ഞു വെച്ചേക്കുന്ന ഈ ഡ്രൈ മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് അത്യാവശ്യം മിക്സായി കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കിയുടെ ബാറ്റ് റെഡിയാണ്. ഇനി നമുക്കത് ബട്ടർ പേപ്പറിനകത്ത് വെച്ച് പരത്തിയെടുക്കാം. പിന്നെ 2 ബട്ടർ പേപ്പറിൻ്റെ ഇടയിൽ വെച്ചിട്ട് പരത്തുകയാണ്. അതിന് പകരം നമുക്ക് വെറുതെ ഡയറക്റ്റ് വേണമെങ്കിലും പരത്താം. കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് ഇതെല്ലാം പ്രസ് ചെയ്ത ശേഷം ഇതിലേക്ക് വെക്കാം. ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ പരത്തും. ഇച്ചിരി കട്ടിയായിട്ടാണ് നമ്മൾ പരത്തിയേക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ എടുത്തേക്കുന്നത് ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ഇതേപോലെ നമ്മൾ ബാക്കിയെല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ഇതേപോലെ വരുന്ന ഡോവ് വീണ്ടും നമ്മൾ കുഴച്ച് ഇതേപോലെ 2 ബട്ടർ പേപ്പറിൻ്റെ ഇടയിലിട്ട് പരത്തി വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. തീരുന്ന വരെ അങ്ങനെ ചെയ്യുക. ഒസ്മാനി കുക്കീസ് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് തിക്കായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 22-23 കുക്കീസാണ് കിട്ടുക. കുറച്ച് എക്സ്ട്രാ മാവുണ്ട്, അതും നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവൻ 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ചൂടായ അവന് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ നമ്മൾ കുറച്ച് പാലിൻ്റെ മിക്സ്ചർ ബ്രഷ് ചെയ്ത് കൊടുക്കും. ഞാൻ എടുത്തേക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് നല്ലൊരു പിഞ്ച് സാഫ്രൺ ഇട്ടിട്ടുണ്ട്. സാഫ്രൺ ചൂട് പാലിലേക്ക് വേണം ഇടാൻ. അതിൻ്റെ പുറത്തുനിന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ. ഇതൊരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ നോക്കുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണോ അതുവരെ ബേക്ക് ചെയ്തെടുക്കണം. ഒസ്മാനിയ കുക്കീസ് എൻ്റെ അവനിൽ ഒരു 20 മിനിറ്റ്സ് എടുത്തത് 170 ഡിഗ്രിയിൽ. ഓരോ അവനിൽ കുക്കിംഗ് ടൈം വ്യത്യാസം വരും. എപ്പോഴും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ബേക്ക് ചെയ്തെടുക്കുക. ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ സോഫ്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. എന്നാൽ നല്ല ക്രിസ്പിയുമായിരിക്കും. ഒത്തിരി ഹാർഡായിട്ടുള്ള കുക്കീസല്ല, നല്ല സോഫ്റ്റ് കുക്കീസാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.